കരുണയാക പുരാണ വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം മൂകം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിമിത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഞാൻ ഇത്തിരി ഷോർട്ടായിട്ട് പോയി. ഹരേ കൃഷ്ണ. വീണ്ടും അനന്ത പത്മനാഭ സത്സംഗത്തിലെ എല്ലാ ശ്രേഷ്ഠരായ ഭക്തന്മാരെയും കാണാനും കേൾക്കാനും സാധിക്കുന്നതിൽ വളരെ സന്തോഷം, വളരെ ഭാഗ്യം. ഹരേ കൃഷ്ണ. നമ്മൾ വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, നമുക്ക് അറിയാം. അത് നമ്മൾ മഹാപ്രഭുവിനോടൊപ്പമുള്ള യാത്രയായിരുന്നു നമ്മൾ തുടങ്ങിയത്. ഏതായിരുന്നു? ഹരേ കൃഷ്ണ. ഇതെല്ലാം പതിവ് ചോദ്യങ്ങളാണ്. ഹരേ കൃഷ്ണ പറയൂ. കാര്യം നമ്മളിത് എപ്പോഴും ഓർമ്മിക്കണം, നമ്മൾ ആരോടൊപ്പമാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളത്. മറ്റാരോടുമല്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവണം. ആരോടൊപ്പമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്? ആരോടൊപ്പമാണ് നമ്മൾ യാത്ര ചെയ്തത്? ഹരേ കൃഷ്ണ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കൃഷ്ണനോടൊപ്പം. ഭഗവാനോടൊപ്പം. എങ്കിലും ഒന്നുകൂടെ വ്യക്തമായി പറയാം. ശ്രീരാമചന്ദ്ര. നമ്മൾ ആരോടൊപ്പമാണ് യാത്ര തുടങ്ങിയത്? എവിടെ ആരോടൊപ്പമാണ് നമ്മൾ പാനിഘട്ടിയിലെത്തിയത്? പറഞ്ഞോളൂ. ജഗന്നാഥനോടൊപ്പം. മഹാപ്രഭുവിനോടൊപ്പം. ഹരേ കൃഷ്ണ. മഹാപ്രഭുവിനോടൊപ്പമാണ് നമ്മൾ പുരിയിലെത്തിയത്. അവിടുന്ന് നമ്മൾ അയോധ്യയിലെത്തി. അല്ലേ? ശരിയല്ലേ? അതാണ്. കാര്യം നമ്മള് ആരോടൊപ്പമാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എപ്പോഴും തോന്നണം. ഒരിടത്ത് കഥ തുടങ്ങുകയായി. ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം നല്ല സമ്പത്തോടൊപ്പം ജനിച്ചതും ജീവിച്ചതുമായ ഒരു വ്യക്തി. പെട്ടെന്ന് വിധി വൈപരീത്യമെന്നോണം അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. ആഹാരവും പാർപ്പിടവും ഒന്നും കിട്ടാതായി. പാർപ്പിടവും നഷ്ടപ്പെട്ടു, ആഹാരവും കിട്ടാതായി. അതും കൂടെ ആയപ്പോഴത്തേന് അന്ന് വരെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയും ഉപേക്ഷിച്ചു പോയി. വളരെ ദുഃഖിതനായി. അദ്ദേഹം ഇങ്ങനെ പതിവ് പോലെ കടൽ തീരത്തുകൂടെ നടക്കുകയാണ്. അദ്ദേഹം ചിന്തിക്കുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ പോലും വിട്ടിട്ട് പോയി. ഇനി എന്നെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ അദ്ദേഹം പതിവ് പോലെ നടക്കുമ്പോൾ അദ്ദേഹത്തെ കൂടാതെ ഈ കാൽപാദങ്ങൾ കാണുമായിരുന്നു. അപ്പോൾ ഇത് ആരുടെ കാൽപാദമെന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ആ സമയത്ത് ഭഗവാൻ അദ്ദേഹത്തിന്റെ കാതിൽ മന്ത്രിച്ചിരുന്നു, എന്റെ കാൽപാദങ്ങളാണ്, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് നടക്കുമ്പോഴും അദ്ദേഹം നോക്കി, എല്ലാവരും പോയി, ഇനി ഭഗവാനും പോയോ? താഴോട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത ശരിവെക്കും പോലെ അദ്ദേഹത്തിന്റെ മാത്രം പാദങ്ങളാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം ഒന്ന് ചിരിച്ചു, വ്യസനത്തോടെ, വിഷമത്തോടെ, നിരാശയോടെ, തന്നോട് തന്റെ പുച്ഛത്തോടെ. അവസാനം ഭഗവാനും എന്നെ വിട്ടിട്ട് പോയി. അപ്പോൾ വീണ്ടും ആ കാതുകളിൽ ഒരു ശബ്ദം കേട്ടു, നീ ഇപ്പോൾ കാണുന്ന കാൽപാദങ്ങൾ നിന്റേതല്ല, എന്റേതാണ്. നീ ഇപ്പോൾ എന്റെ തോളിലാണ് യാത്ര ചെയ്യുന്നത്. പറഞ്ഞു വന്നത് മനസ്സിലായല്ലോ? മനസ്സിലായി പ്രഭു. എപ്പോഴും നമ്മൾ ഭഗവാനോടൊപ്പമുള്ള യാത്രയാണ്. ഏത് സാഹചര്യത്തിലും ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തു. എപ്പോഴും നമുക്ക് ആകെ തുണയായിട്ടുള്ളത് ആര് പോയി കഴിഞ്ഞാലും ഭഗവാൻ മാത്രമായിരിക്കും. എപ്പോഴും ഓർമ്മിക്കുക,
നമ്മൾ അയനം തുടരുകയായി, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അയോധ്യയിലെത്തി. രാമായണം. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. മുകുന്ദനും രാമനും എല്ലാം ഒത്തിണങ്ങിയ പൂർണ്ണ അവതാരമായി ശ്രീരാമചന്ദ്ര പ്രഭു കർക്കിടക മാസത്തിൽ പുണർന്ന നാളിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി. ഹരേ കൃഷ്ണ. അതിൻ്റെ രാമായണത്തിന്റെ ആദ്യത്തെ വരികൾ ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഹരേ കൃഷ്ണ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി തമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽദാനം വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇവിടെ നമ്മള് ഹരേ കൃഷ്ണ. ശ്രീമദ് മഹാഭാഗവതം ആരോടാണ് ഈ കഥ ആദ്യമായിട്ട് സംസാരിക്കുന്നത്? സുഖദേവ ഗോസ്വാമി, പരീക്ഷിത് മഹാരാജ്. ശരിയാണ്. പക്ഷെ എങ്കിലും കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കഥകളെല്ലാം അതിനുശേഷം ഇതെല്ലാം പിന്നീട് ശ്രീ പാർവതിയോട് പാർവതി ദേവിയോട് പരമേശ്വരൻ സാക്ഷാൽ ശ്രീ മഹാദേവര്. ഇപ്പം മഹാദേവരുടെ പ്രത്യേകത എന്താ? രാമായണത്തിൽ വ്യക്തമായിട്ട് പറയണം. മഹാദേവരുടെ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ ഹരിഭക്തനാണ് പരമേശ്വരൻ. സദാസമയവും അവിടെയാണ്. അപ്പം നമ്മുടെ കർത്തവ്യം എന്താണ്? അപ്പോൾ സദാസമയവും ശ്രീ കാമനാശനുമാ വല്ലഭൻ മഹാദേവർ സദാസമയവും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സത്യത്തിൽ മഹാദേവ ഭക്തർ എന്താ ചെയ്യേണ്ടത്? ഗുരുവിന്റെ ചുവടെ പോവുക എന്നുള്ളതല്ലേ? ആണോ അല്ലേ? ഭൂപാതിര് നമ്മളെ പഠിപ്പിച്ചതല്ലേ? മഹാപ്രഭു പഠിപ്പിച്ചതല്ലേ? എന്തിനാ ശങ്കരാചാര്യര് പറഞ്ഞതും അത് തന്നെയല്ലേ? അപ്പൊ നമ്മള് ഭഗവാനെ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചില്ല എന്നുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഗുരുനിന്ദ തന്നെ ചെയ്യുകയാണ്. ഗുരുനിന്ദയ്ക്ക് അവിടെ വേറൊരു പ്രായശ്ചിത്വം ഇല്ല. സത്യം. ഗുരുനിന്ദയ്ക്ക് പ്രായശ്ചിത്തമില്ല. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ അപചയവും. എല്ലാവരും പറയും, ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഗുരുനിന്ദ ചെയ്യുന്നു. എന്താ ഗുരുനിന്ദ ചെയ്യുന്നത്? ഭഗവാനെ നമ്മളെ വിളിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ അപചയം, അപരാധം. അപരാധം മൂലം ഉണ്ടാകുന്ന ജീവിതത്തിന്റെ അപചയം. വാക്കുകൾ ശ്രദ്ധിക്കണം. അപരാധത്തിലൂടെയാണ് അപചയം ഉണ്ടാകുന്നത്. ഗുരുനിന്ദയിലൂടെയാണ് അപരാധം ഉണ്ടാകുന്നത്. ധർമ്മം സാക്ഷാത് ഭഗവത് പ്രണീതം. അപ്പൊ അങ്ങനെ
മഹാദേവര് പാർവതീ ദേവിയോട് ഈ കഥ പറയുകയായി. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പോടുകൂടിയാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചും ശ്രേഷ്ഠതയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നത് ഒരു മുന്നറിയിപ്പിലൂടെയാണ്. എന്താ മുന്നറിയിപ്പ്? അദ്ദേഹത്തിന്റെ കഥകൾ കേൾക്കാൻ ഭാഗ്യം ഉണ്ടായത് തന്നെ പുണ്യമാണെന്ന് പറഞ്ഞിട്ടാണോ? അതാണോ? ആണ്. എങ്കിലും മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ പറയാം, വാണിംഗ്. അപ്പോഴോ അലർട്ട്. അപ്പോഴോ ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും. രാമായണം പോവുകയാണ്. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമഹൃദയ രഹസ്യം ഇതൊരു നാളും തത്ഭക്തിഹീനന്മാരായി മമ വീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടൂ. ഭഗവത്ഗീത പറയുന്നില്ലേ, അസൂയാലുക്കളോട് നമ്മള് എന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. രാമായണം എടുത്തോണം. ആ വരികൾ കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് ആർക്കെങ്കിലും വായിക്കാം. ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നേരെ സ്പീഡേ പോയേ പറ്റത്തുള്ളൂ. കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യണം. എന്നിട്ട് പാർവതീ ദേവിയോട് വീണ്ടും മഹാദേവര് പറയാണ്, രാമനാമത്തെ ജപിച്ചിടുകയിൽ ദേവകൾ ആമോദപൂർവം പൂജ്യനായി വരുമത്രേ. ഒരിടത്ത് പാർവതീ ദേവി മഹാദേവരോട് ചോദിക്കുന്നുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്താണ്? ഏ പ്രഭു, ഏറ്റവും ശ്രേഷ്ഠനായ പ്രാർത്ഥന എന്താണ്? എന്താ പ്രാർത്ഥന? ഉടനെ മഹാദേവര് പറഞ്ഞു, ഓ ഭവതി ആരാധനാനാം സർവേഷാം. ചൈതന്യ ചരിതാമൃതം മധ്യലീല 11:31. പത്മപുരാണത്തിലെ കോട്ടാണ്. ഇതൊക്കെ എഴുതി വെക്കണേ. ചൈതന്യ ചരിതാമൃതം മധ്യലീല 11:31. ആരാധനാനാം സർവേഷാം വിഷ്ണോർ ആരാധനം പരം തസ്മാത് പരതരം ദേവി തദീയാനാം സമാചരണം. ഓ ദേവി, ആരാധനാനാം സർവേഷാം വിഷ്ണോർ ആരാധനം പരം തസ്മാത് പരതരം ദേവി തദീയാനാം സമാചരം. ആരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഓ ഭവതി, അത് മറ്റൊന്നുമല്ല, വിഷ്ണു ആരാധന തന്നെയാണ്. ഭഗവത്ഗീതയിലടുത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ദേവന്മാരെ പ്രാർത്ഥിക്കുന്നവർ, ശ്ലോകം ഓർമ്മയുണ്ടെങ്കിൽ പറയുക, ദേവന്മാരെ പ്രാർത്ഥിക്കുന്നവർ ദേവന്മാരുടെ അടുത്ത്. ശ്ലോകം പറയണേ, സ്പീഡേ പോവുകയാണ്, പെട്ടെന്ന് പറയണം. ശ്ലോകം ഭഗവത്ഗീതയിലെ, ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരുടെ അടുത്തും പിതൃക്കളെ ആരാധിക്കുന്നവർ പിതൃക്കളുടെ ലോകത്തും ഭൂതപ്രേത പിശാചുക്കളെ ആരാധിക്കുന്നവർ അവരുടെ ലോകത്തും എന്നെ ആരാധിക്കുന്നവൻ എന്റെ ലോകത്തും. അപ്പൊ എന്നെ ആരാധിക്കുന്നവൻ എന്റെ ലോകത്തെത്തും എന്ന് പറയുമ്പോൾ ഭഗവാൻ വളരെ കൂളായിട്ടാണ് സംസാരിച്ചത്, വളരെ സെക്യുലറിസത്തോടാണ് സംസാരിച്ചത്. പക്ഷെ ഇവിടെ മഹാദേവര് പറയുന്നു, ദേവി, ഭഗവാൻ പറഞ്ഞില്ലേ എന്നെ ആരാധിക്കുന്നവൻ ഭഗവാന്റെ ലോകത്തെത്തും എന്നുള്ളത്. കാര്യം എന്താ? ആരാധനാനാം സർവേഷാം വിഷ്ണു ആരാധനം പരം ഭവതി. അതാണ് ആത്യന്തികമായ ആവാസസ്ഥാനം. അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കേണ്ട. ഏറ്റവും ധന്യമായ പ്രാർത്ഥന എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാന്റെ തൃപ്പാദങ്ങളാണ് എന്ന് പറയും. ഒരു സംഭവം ഉണ്ടായി, കഥയെല്ലാം കേട്ടിട്ടുണ്ടാവും, എങ്കിലും വീണ്ടും വീണ്ടും നമ്മളിത് ഓർമ്മിച്ചു കൊണ്ടേയിരിക്കണം. ഈ രാമായണ ഘട്ടത്ത് ശ്രീരാമചന്ദ്ര പ്രഭു വനത്തിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ വനവാസകാലത്ത് സീതാദേവിയെയും നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ ശ്രീരാമചന്ദ്ര പ്രഭു സ്വന്തം പത്നിയെ അന്വേഷിച്ച്, സീതാമ്മയെ അന്വേഷിച്ച് നടക്കുക.
അപ്പോഴാണ് പാർവതി ദേവിക്ക് ഒരു സംശയവും തോന്നിയത്. എന്റെ ഭർത്താവ് സദാസമയവും രാമനാമത്തെ ജപിച്ചിടും കാമനാശനുമാ വല്ലഭൻ മഹാദേവൻ ജപിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ഒരു സാധാരണ മനുഷ്യനെ പോലെ സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ട് വിഷമിച്ച് വനത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. എന്താ ഇതിന്റെ അർത്ഥം? പാർവതി ദേവി പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതൊന്നും അറിഞ്ഞേ പറ്റത്തുള്ളൂ. പോയി സീതാദേവിയുടെ രൂപത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ നടന്നു വരുന്ന വഴിയിൽ മുന്നിൽ അവിടെ നിന്നു. ശ്രീരാമചന്ദ്ര പ്രഭു ഭഗവതിയെ കണ്ടു, തൊഴുതു, ചോദിച്ചു, അലയോ ഭവതി, ഈ കൊടും വനത്തിൽ ക്രൂരമൃഗങ്ങളുള്ള ഈ സ്ഥലത്ത് നാഥനില്ലാതെ എന്തിനിവിടെ ഒറ്റയ്ക്കെത്തി? പാർവതി ദേവി തലകുനിച്ചു, തൊഴുതു, ഒന്നും മിണ്ടാതെ തിരികെ പോയി. മഹാദേവർ ധ്യാനത്തിലായിരുന്നു. മഹാദേവരോട് ചോദിച്ചില്ല. പക്ഷേ പാർവതി ദേവി അവിടെ എത്തിയപ്പോൾ മഹാദേവർ ഒന്ന് കണ്ണു തുറന്നു, ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. ഇവർ രണ്ടുപേരെയും പാർവതി ദേവി പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു. സീതാദേവിയുടെ രൂപത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അടുത്തെത്തിയപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു ചോദിച്ചു, ഭർത്താവില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് എന്തിനു വന്നു? മഹാദേവര് പോലും അറിഞ്ഞില്ല പാർവതി ദേവി ഇങ്ങനൊരു സംഭവം ചെയ്യാൻ പോയിട്ടുണ്ടെന്നുള്ളൂ, ഒരു ഫാൻസി ഡ്രസ് കളിക്കാൻ പോയിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ തിരിച്ചെത്തിയപ്പോൾ മഹാദേവർ ചോദിച്ചു, പോയ കാര്യം എന്തായി എന്ന്. മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും. ആരാധനാനാം സർവേഷാം വിഷ്ണു ആരാധനം പരം തസ്മാത് പരതരം ദേവി തദീയാനാം സമാചരൺ. അങ്ങനെ അവസാനം ദേവകി അമ്മയ്ക്ക് സാക്ഷാൽ ഭഗവാൻ എങ്ങനെ പ്രത്യക്ഷമായി, അതുപോലെ കൗസല്യാമ്മയുടെ മുന്നിൽ അല്ലെങ്കിൽ കൗസല്യാമ്മയുടെ ഉദരത്തിൽ മഹാദേവര് പിറക്കുകയും അവിടെ കൗസല്യാമ്മയുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുക. തദ്ഭുതം ബാലകം അംബുജേക്ഷണം. ശ്രീമദ് മഹാഭാഗവതം. ആർക്കറിയാം ശ്ലോകം? തം അത്ഭുതം ബാലകം അംബുജേക്ഷണം. ആർക്കറിയാം? എഴുതി വെച്ചോ. ദശമസ്കന്ധം 3-ാമത്തെ അധ്യായം 9-10 ശ്ലോകങ്ങൾ. ഈ ശ്ലോകങ്ങളൊന്നും മറക്കാൻ പാടില്ല. ചതുർഭുജം ശംഖുഗദാദ്യുതായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭകൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം മഹാർഹവൈഡൂര്യ കിരീടകുണ്ടലം തുഷാപരിക്ഷക്ത സഹസ്രകുന്തളം ഉദ്ധാമ കാഞ്ചങ്കണ കങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഇഷതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അവതാര ശ്ലോകങ്ങളൊന്നും മറക്കാൻ പാടില്ല ജീവിതത്തിൽ. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. ദിവസവും ചൊല്ലണം. വെറുതെ ചൊല്ലണം. വെറുതെ നടക്കുമ്പോഴും ചൊല്ലണം. അവിടെ അതേപോലെ സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ കൗസല്യാമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മൾ വായിക്കുന്ന രാമായണത്തിന്, എഴുത്തച്ഛന്റെ രാമായണത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. മറ്റെല്ലാ രാമായണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വാൽമീകി രാമായണത്തോടും വ്യാസമുനി രചിച്ച രാമായണത്തോടും കൂറു പുലർത്തിക്കൊണ്ടാണ് എഴുത്തച്ഛൻ ഇവിടെ രാമായണത്തെ മലയാളത്തിൽ വിവർത്തനം ചെയ്തത്. വ്യാസമഹാദേവര് രചിച്ച രാമായണം എവിടെയാ ഉള്ളത്? വരട്ടെ. എവിടെയാ ഉള്ളത്? വ്യാസമഹർഷി ഭാഗവതമല്ലേ രചിച്ചിട്ടുള്ളത്? ശരിയല്ലേ? ആണോ അല്ലേ? അതെ അതെ. അപ്പോൾ എവിടെ രാമായണം? ഭാഗവതത്തിലെ.
ഭാഗവതത്തില് ആ 9-ാമത്തെ സ്കന്ധത്തില് അല്ലേ? ആണോ? അതെ നവമസ്കന്ധത്തില പ്രഭു. നവമസ്കന്ധത്തില് വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ 2 അധ്യായങ്ങളിൽ ആയിട്ട് രാമായണം മുഴുവൻ വളരെ മനോഹരമായി രചിച്ചു വ്യാസമഹർഷി. എങ്ങനെ വ്യാസമഹർഷി രചിച്ചത്? വ്യാസമഹർഷി ആമുഖത്തോടെ വാൽമീകി മഹർഷി ആൾറെഡി ശ്രീരാമചന്ദ്രൻ ചരിതം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അത് വിശദമായി പറയാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പ്രതിപാദിക്കുന്നു. നോക്കണം, ഗുരുത്വം അവിടെയാണ്. ഗുരുത്വം, ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് വേണം, ശ്രേഷ്ഠരായ വ്യക്തികളെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അല്ലാതെ നമ്മുടെ അറിവ് മറ്റൊരാളുടെ അറിവിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ചെറുതാക്കാനോ ആയിരിക്കരുത്. ശ്രീനാരായണ ഗുരു പറയുമല്ലോ, അവനവൻ ആത്മസുഖത്തിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത്? അറിയാമോ? ആചരിക്കുന്നത് അവരുടെ സുഖത്തിനായി വേണം. അവരെന്റെ സുഖത്തിനായിട്ട് വരണം. ഇതായിരിക്കണം നമ്മുടെ ജീവിതം, ഇതായിരിക്കണം നമ്മുടെ ധർമ്മം. ഇവിടെ വന്നു, എവിടെ? ഗർഭവും പരിപൂർണമായി ചമഞ്ഞൊരു കാലം, അർഭകന്മാരും 4 പിറന്നാരുടനൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന ആരാ എടുത്ത് അന്നേരം വായിക്കുക? നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനാൻ നക്ഷത്രം പുനർവസു. നവമിയല്ലോ തിഥി, നവമി അല്ലോ തിഥി. ചോദിച്ചല്ലോ ശ്രീരാമനവമി, നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അച്യുത സ്ഥിതനായിട്ടല്ലോ. അർക്കനും അത്യുച്ചസ്ഥാൻ ഉദയം കർക്കിടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രൻ ഉച്ചസ്ഥനായിക മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. സാക്ഷാൽ ജഗന്നാഥൻ അവിടെ അവതരിച്ചു കഴിഞ്ഞു, ശുഭമുഹൂർത്തത്തിൽ അവതരിച്ചു കഴിഞ്ഞു. രാമായണം വായിക്കുമ്പോൾ വെറുതെ പേരിന് വേണ്ടിയിട്ട് വായിക്കരുത്. വരികളിലൂടെ നമ്മൾ യാത്രയാകണം. നമ്മളും അതേ സ്ഥാനത്തിലൂടെ നമ്മൾ പോകണം. നമ്മൾ രാമായണത്തിൽ ഒരു കഥാപാത്രമായിട്ട് മാറണം. എങ്കിൽ മാത്രമേ നമ്മൾ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പാദത്തിൽ എത്തുകയുള്ളൂ. ഭാഗവതം വായിക്കുമ്പോഴും അതാണ് ആ ഒരു മനസ്ഥിതി ഉണ്ടാകണം. ഇല്ലെങ്കിൽ വെറുതെ നാട്ടിലുള്ളവർ രാമായണവും ഭാഗവതം വായിക്കാൻ പോകത്തില്ല. അതേപോലായി രാവിലെ മുതൽ ഉച്ചയ്ക്ക് വരെ വായിക്കും, ഉച്ചയ്ക്ക് വായിച്ചിട്ട് പോയി ഒരു പുകയൊക്കെ അടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇത്തിരി മത്സ്യം കൂടെ കൂട്ടിയാകാം എന്നും പറഞ്ഞു എന്നിട്ട് വീണ്ടും ഉച്ചയ്ക്ക് വന്നിരുന്ന് ശരിക്കും വീണ്ടും ഭാഗവതോ രാമായണോ വായിക്കും. ഇതല്ലേ കണ്ടുവരുന്നത്? ആണോ അല്ലേ? ആണോ അല്ലേ? ഞാൻ കണ്ട വായനകളിലാണ് ഞാനൊന്ന് പറഞ്ഞത്. ഇതൊന്നുമല്ല രാമായണവും ഭാഗവതവും വായന എന്ന് പറയുന്നത്. നമ്മൾ ആ വരികളിലൂടെ പോകണം, ആ വരികളിലൂടെ നമ്മൾ ജീവിക്കണം. അപ്പൊ അവിടെ വീണ്ടും പറയാണ്, സഹസ്ര കിരണന്മാർ ഒരുമിച്ചൊരു നേരം സഹസ്രായുധം ഉദിച്ചുയരുന്നത് പോലെ സഹസ്ര പുത്രോദ്ഭവന. വായിച്ചോളൂ, 3-4 വരി വായിച്ചോളൂ. സഹസ്ര കിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവൻ നാരദ സനകാദി സഹസ്ര നേത്രമുഖ വിബുധേന്ദ്രന്മാരാലും പന്ത്യമായിരിപ്പോരു നിർമ്മല മകുടവും സുന്ദര ചിഗുരവും അളക സുഷമയും കാരുണ്യാമൃത രസസമ്പൂർണനായ സമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഘനവും ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭ ഗളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചി നുപുരമുഖ മണ്ഡന അങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത് സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നതറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാ.
ഹരേ കൃഷ്ണ. നമസ്തേ ദേവദേവാ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗത്പതേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ 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 ഹരി ഹരി. കൗസല്യാമ്മ വളരെ സുന്ദരമായി വളരെ വ്യക്തമായ അറിവോടുകൂടി സ്തുതിച്ചു. രാമായണത്തിലെ ആദ്യത്തെ സ്തുതിയാണ് കൗസല്യ സ്തുതി. സ്തുതിച്ചു. എങ്ങനെ സ്തുതിച്ചു? നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജതേ സശംഖചക്രം സകിരീട കുണ്ടലം സമീത വസ്ത്രം സരസീരി കക്ഷണം സഹാരവക്ഷസ്ഥല ശോഭികൗസ്തുവം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം. പിന്നെന്താ പറഞ്ഞേ? പിന്നെന്താ അടുത്ത വാക്കുകൾ? നമസ്തേ വാസുദേവ. ആരായി വന്നിരിക്കുന്നത്? സാക്ഷാൽ വാസുദേവനാണ്. വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞു. നമുക്ക് മാത്രമേ ഉള്ളൂ സംശയം. നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരി നമസ്തേശ്വര ശൗരേ നമസ്തേ ജഗത്പതി. ജഗത്തിന്റെ പിതാവ്. പിതാഹമസ്യ ജഗതോ. ഭഗവാൻ അവിടെ പറയുന്നു പിതാഹമസ്യ ജഗതോ. ഇത് കൗസല്യാമ്മ റിയലൈസ് ചെയ്തു. പക്ഷെ എന്നും വായിക്കുന്ന നമ്മള്, എന്നും രാമായണം വായിക്കുന്ന നമ്മള്, എന്ന് രാമായണ പ്രഭാഷണം ചെയ്യുന്നവര് ഒന്നും മനസ്സിലാക്കത്തില്ല. ഭഗവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു തിരിഞ്ഞു നോക്കും. ഞാൻ ഈ അനന്തപത്മനാഭ സംഘത്തിലെ ശ്രേഷ്ഠരായ ഭക്തരെ കുറിച്ചല്ല പറയുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഭഗവാൻ എന്ന് പറയാൻ. അവിടെയാണ് പ്രഭുപാദര് ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ് എന്ന് പേരിടുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ചോദിക്കും, ഗോഡ് കോൺഷ്യസ് ആകുമ്പോൾ ഒരു ഡെമോക്രാറ്റിക് ലെവൽ വരത്തില്ലേ? അപ്പൊ എല്ലാവരെയും ആകർഷിക്കില്ല. ആ ഗോഡ് എന്ന സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗോഡിന് ഒരു പേരും കാണുമല്ലോ. ആ പേരാണ് കൃഷ്ണ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് പേരിട്ടൂടാ? ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്, കൃഷ്ണ അവബോധം. അത് തന്നെയാണ് ഇവിടെ കൗസല്യ ആമ സ്തുതിച്ചത്. കൃഷ്ണ അവബോധത്തോടു കൂടി തന്നെ നാരായണ വാസുദേവ ജഗൽപതേ. എന്തുകൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്നില്ല ഈ രാമായണ സമയത്ത്? അങ്ങനെ അതെല്ലാമൊക്കെ പോയി. അങ്ങനെ കൗസല്യ സ്തുതിച്ചു. ത്രേതായുഗത്തില് ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ അവതരിച്ചത് എന്ന നിയോഗവുമായിട്ടാണ് ശ്രീരാമചന്ദ്ര പ്രഭു യാത്രയാകുന്നത്. ആരോടൊപ്പം യാത്രയാകുന്നു? വിശ്വാമിത്ര മഹർഷിയോടൊപ്പം. ഇല്ലേ? ശരിയല്ലേ? ആണോ? യാത്രകളാണ്. വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളും വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മളും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഐഡിയലാവാൻ പാടില്ല. അവിടെ ഈ യുഗം മാറ്റിയിട്ടത് തന്നെ ഒരു ഭക്തയ്ക്ക് വേണ്ടിയിട്ടാണ്. സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭു സാക്ഷാൽ ഭഗവാനാണ് എന്നുള്ളത് വിശ്വാമിത്ര മഹർഷി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കായിട്ട്. ഇതൊരു കളിയാണ്. ദശരഥരാജനിൽ നിന്ന് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വിളിച്ചോണ്ട് പോകുന്നു. വഴിക്ക് വെച്ച് കണ്ടു ഒരാള് വർഷങ്ങളായി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയമായി തന്റെ പാദസ്പർശനം കൊടുക്കാൻ. ഒരു ശില അവിടെ ഉണ്ട്. ശിലയുടെ പേര് അഹല്യ. ജീവിതത്തിലെ തെറ്റുകൾക്കെല്ലാം അതിനൊരു ശിക്ഷയുണ്ട് എന്ന് രാമായണം നമുക്ക് പറഞ്ഞു തരുന്നു. രാമായണം പറഞ്ഞു തരുന്നത് മറ്റൊന്നുമല്ല, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഈ രണ്ട് ഭാഗത്തു നിന്നുമുള്ള മോക്ഷത്തെ കുറിച്ചാണ്. ആക്ഷൻ, റിയാക്ഷൻ ആൻഡ് ലിബറേഷൻ. മുമ്പിൽ ഒരു കൂട്ടം മായകളാണുള്ളത്. ഈ മായകളിൽ പെട്ട് പോകാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ നമുക്ക്, സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കുക എന്നുള്ളത്.
ഇല്ലെങ്കിൽ നമ്മൾ മായയിൽ പെട്ടുപോകും. ഓരോ പദങ്ങളിലും മായ പിടികൂടിയിരിക്കുന്നു. അത്തരം ഒരു മായയാണ് അഹല്യയെയും ഈ ഒരു പതനത്തിൽ എത്തിച്ചത്. ഒരു നിമിഷം ചിന്തിച്ചിരുന്നുവെങ്കിൽ, സ്വന്തം ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ, എൻ്റെ ഭർത്താവ് എങ്ങനെയുള്ള ആളാണ് എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. അവിടെയാണ് ഗൗതമ മഹർഷി പറഞ്ഞ വാക്കുകളുടെ അർത്ഥം വരുന്നത്. അഹല്യ, നിന്റെ ഹൃദയത്തിലെ ഉള്ളിന്റെ ഉള്ളിലും ഒരു ചെറിയൊരു കാമം ബാക്കി ആയതുകൊണ്ടാണ് നീ ബ്രഹ്മമുഹൂർത്തത്തെ പറ്റി ചിന്തിക്കാതിരുന്നത്. ജീവിതം വളരെ സെൻസിറ്റീവാണ്. എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് മായ നമ്മളെ പിടികൂടുന്നതെന്ന് അറിയില്ല. അത് ചിലപ്പോൾ ഒരു അതിഥിയുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ ആയിരിക്കാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മായ നമ്മളെ പിടികൂടിയിരിക്കുന്നത് TV സീരിയലുകളിലൂടെയാണ്. ആണോ അല്ലേ? ആണോ അല്ലേ? അതെ അതെ അതിപ്രസരം കുറഞ്ഞു പ്രഭു. സന്ധ്യാസമയത്ത് പറഞ്ഞിട്ടുണ്ടാവാം, തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ജനറലായിട്ടാ നേരത്തെ പറഞ്ഞു, സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്താൻ പോലും സമയം കിട്ടാതെ ഇരുന്ന് കാണുന്നുണ്ട്. TV കാണുക എന്നാണ്. TV കാണുക എന്ന അർത്ഥം അവിടെ കരച്ചിലും പിഴിച്ചിലും ബഹളവും കാര്യങ്ങളും, നാമജപം മുഖരിതമാകേണ്ട ആ മുഹൂർത്തത്തിൽ, ത്രിസന്ധ്യാവേളയിൽ ആരെയോ ആലോചിച്ചിട്ട് വിഷമിക്കുന്നു, കാശ് വാങ്ങിച്ചു പോകുന്നുണ്ട്. അവർ സുഖമായിട്ട് ജീവിക്കുകയാണ്. അവർ ഈ ത്രിസന്ധ്യ സമയത്തൊന്നും അല്ല ഈ പേക്കൂത്ത് കാണിച്ചത്. അവർ വേറെ ഏതോ സമയത്ത്, ഏതോ പകൽ, ഏതോ രാത്രിയിലാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് പോയത്. നമ്മളത് സന്ധ്യാസമയത്ത് ഇരുന്ന് കണ്ട് നമ്മുടെ സമയം കളഞ്ഞ് നമ്മൾ ഭഗവാനെയും മറന്ന് വിളക്കും കൊളുത്താതെ, അഥവാ വിളക്ക് കൊളുത്തിയാൽ തന്നെ അത് അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും, ഏകനായിട്ട്, ആരും കാണാതെ. ഈ ഒരവസ്ഥ മാറിയിട്ടുണ്ടെന്ന് പറയുന്നത് വളരെ നല്ല കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, മായ പല രീതികളായിരിക്കാം. ഇപ്പൊ ഇന്ന് സത്സംഗത്തിന് പോകണം, ഇന്ന് ഗോവിന്ദരാജൻ പ്രഭു വിളിച്ചിട്ടുണ്ട്, സത്സംഗത്തിന് പോകണം. ആ സമയത്താണ് ഒരു അതിഥി കയറി വരുന്നത്. അശ്വോ, എങ്ങനെ പോകും ഇനി, ഇദ്ദേഹത്തെ കളഞ്ഞിട്ടും എങ്ങനെ പോകും? നമ്മൾ മനഃപൂർവ്വമല്ല പോകാതിരിക്കുന്നത്, പക്ഷേ നമ്മൾ അവിടെ എത്താതിരിക്കാനുള്ള ഒരു മായയാണ് അവിടെ യഥാർത്ഥത്തിൽ വന്നു പെട്ടത്. നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം, അകമഴിഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു മായയും ഉണ്ടാകല്ലേ, എനിക്ക് ഇന്ന് സത്സംഗത്തിൽ എത്താൻ സാധിക്കണമേ എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ നോക്കും. അപ്പോൾ ഈ അതിഥിയെ ഒന്ന് ലേറ്റാക്കും. നമ്മൾ പോയതിന് ശേഷമായിരിക്കും വരുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഭഗവാനും ചിന്തിക്കുകയുള്ളൂ, അവൻ എന്നെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നു, അപ്പോൾ പിന്നെ എന്നെ കേൾക്കാൻ ഒരു അവസരം കൊടുത്തേക്കാമെന്നുള്ളത്. ആണോ അല്ലേ? തീർച്ചയായും. ആണോ? അല്ലേ? ശരിയാണോ പറഞ്ഞത്? അതെ പ്രഭു, ശരിയാണ്. ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെ അഹല്യക്ക് ശ്രീരാമചന്ദ്ര പ്രഭുവിന് സാക്ഷാൽ ഭഗവാന്റെ തൃപ്പാദങ്ങൾ കൊണ്ട് സ്പർശിച്ച് അഹല്യക്ക് ആ മോക്ഷം കൊടുക്കുകയാണ്. അഹല്യ വീണ്ടും പൂർവസ്ഥിതിയിൽ വന്നിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് ശരണാഗതി നേടിക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു തുടങ്ങി. രാമായണത്തിലെ രണ്ടാമത്തെ സ്തുതി അഹല്യാസ്തുതി. രണ്ടല്ല, മൂന്നാമത്തെ. അതിന് മുമ്പ് ജനകരാജാവ് സ്തുതിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഓക്കെ, എന്തായിക്കോട്ടെ. അതെ. അപ്പം അഹല്യാസ്തുതി. തത്വമവ്യയം സത്യസന്തം ആദിന്ദഹീനം നിത്യം അവ്യയം ഭജിച്ചിടുന്നിനി നിത്യം. നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. അവിടെ ഉറപ്പ് പറയാണ്, ഇനി ഞാൻ മറ്റാരെയും ഭജിക്കത്തില്ല. അഹല്യാമ്മ റിയലൈസ് ചെയ്തു,
എനിക്ക് മോക്ഷം തരാൻ ആകെ ഒരാളെ ഉള്ളൂ. എന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് ആകെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ മറ്റാരെയും ഭജിക്കുന്നില്ല. യാതൊരു പാദാംബുജന്മാരായിന്നിതു വേദം, യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും, യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ, ചേതസാ തത്സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. അവിടെ എന്താ റിയലൈസ് ചെയ്തത്? എങ്ങനെയാണ്? ആരുടെ യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ. നോക്കണം, ആരുടെ നാമമാണോ മഹാദേവൻ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സ്വാമിയെ, ആ ഭഗവാനെ ഞാനിതാ നിത്യം വണങ്ങുന്നേ, എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കും. അർജുനൻ ഇങ്ങനെ റിയലൈസേഷൻ ഉണ്ട്. ഏതാ ഭഗവത്ഗീതയിൽ അർജുനന്റെ റിയലൈസേഷൻ? ഭഗവത്ഗീതയിൽ ഏതാ? പവിത്രം പരമം മമ. പവിത്രം പരമം ഭവാൻ. തിരിയുള്ളൂ. പവിത്രം പരമം ഭവാൻ. പരം ബ്രഹ്മ. അർജുന ഉവാച. ചതുശ്ലോകി ഭഗവത്ഗീത കഴിഞ്ഞിട്ട് ഭഗവാൻ പറയണം, അഹം സർവസ്യ പ്രഭുവോ മത്തക സർവം പ്രവർത്തതേ ഇതിമത്വ ഭജന്തേ മാം ഭൂതാഭാവ സമന്വിതാഃ. ഈ ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. അതറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ അടുത്ത് വരും എന്ന് അർജുനനോട് പറയുമ്പോൾ അർജുനൻ ഇതിനെ കൃത്യമായിട്ട് റിയലൈസ് ചെയ്തു. അവസാനം അർജുനൻ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, അർജുനൻ ഉവാച. ശരിക്കുള്ളൂ. പരം ബ്രഹ്മ പരം ധാമ. കിട്ടിയോ? ഹരേ കൃഷ്ണ. ശ്ലോകം പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യമാദിദേവം വിഭും സർവേ ദേവർഷിർനാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വയം. നോക്കൂ, നേരത്തെ അസിത മഹർഷിയും വ്യാസമഹർഷിയും വ്യാസര മഹർഷിയും നാരദ മഹർഷിയും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭഗവാനെ കൃഷ്ണ, ഇപ്പതാ അങ്ങ് സ്വയം ഇത് പറയുന്നു. ഇപ്പൊ എന്റെ സംശയങ്ങളെല്ലാം മാറി. അങ്ങ് തന്നെയാണ് പരംപൂജനീയൻ. അങ്ങനെ ഇവിടെയും അഹല്യാമ്മ ഭഗവാനെ റിയലൈസ് ചെയ്ത് സ്തുതിച്ചു. നമസ്തേ രാമ രാമ പുരുഷാധ്യഷ്ണ വിഷ്ണോ വിഷ്ണോ, നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ, നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ, സമസ്ത കർമാർപ്പണം ഭവതി കരാമി ഞാൻ, സമസ്ത അപരാധം ക്ഷമ സ്വജഗൽപതി. അത്ര സുന്ദരമായിട്ടാണ്, അത്ര സുന്ദരമായിട്ട്. അങ്ങനെ അവിടെ നിന്നെല്ലാം പോയി നേരെ പോവാണ്. സമയം കഴിയാറായി. സീതാസ്വയംവരവും കഴിഞ്ഞു. സീതാസ്വയംവരവും നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞു. സീതാസ്വയംവരം അവില്ലെല്ലാം എടുത്ത് കുരച്ച് പിടിച്ച് ജനകര മഹാരാജാവിന്റെ പുത്രി സീതാമ്മയെ വിവാഹവും ചെയ്ത് തിരിച്ച് പരശുരാമനെയും കണ്ട് അവർ തമ്മിൽ ഒരു ലീല ചെയ്ത് പരശുരാമന്റെ കയ്യിലുണ്ടായിരുന്ന വൈഷ്ണവചാപവും ഒടിച്ച് പരശുരാമൻ തപസ്സിനായി പോവുകയും ശ്രീരാമചന്ദ്ര പ്രഭു ഗുരുവിനോടൊപ്പം തിരിച്ച് അയോധ്യയിലേക്കും പോകുന്ന ഒരു രംഗം ആണ് നമ്മൾ പിന്നെ കണ്ടത്. അവിടെ പരശുരാമന്റെ ഒരു സ്തുതിയുണ്ട്, വളരെ മനോഹരമായ ഒരു സ്തുതിയാണ്. ജനകസ്തുതി എല്ലാം കഴിഞ്ഞിട്ട് പരശുരാമന്റെ സ്തുതി. ശ്രീരാമ രാമ രാമ രമാരമണ രഘുപതേ, ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ, കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ, ഗോപേശ ഗോപിക കാന്ത രാധ കാന്ത നമോസ്തുതേ. രാമായണം വായിക്കുന്നത് എല്ലാം ഓർമ്മിക്കണം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഭഗവത്ഗീത പഠിച്ച ഒരാൾക്ക് മാത്രമേ രാമായണവും ഭാഗവതവും മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദര് ആദ്യം പറഞ്ഞത്, ഒരു തുടക്കക്കാരൻ
ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാള് ആദ്യം ഭഗവത്ഗീത കൃത്യമായി പഠിച്ചിരിക്കണം എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? ഉണ്ടോ? ഉണ്ടോ ഇല്ലേ? അതെ. പണ്ട് രാമായണം വായിക്കുന്നതും ഇന്ന് രാമായണം വായിക്കുന്ന തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടോ തോന്നുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്ന് ഭഗവത്ഗീത പഠിച്ചതിന് ശേഷം രാമായണം വായിക്കുന്നതും മുമ്പ് രാമായണം വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് പ്രഭു. ഭാഗവതം വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഇപ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ ഉണ്ട് പ്രഭു. ഇതാണ് ശീലാ പ്രഭുപാദരികം. അതുകൊണ്ടാണ് ഗുരുവിനെ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. നാരായണീയം, ഭാഗവതം പഠിക്കാതെ നാരായണീയത്തിന് ഒന്നും പറയാൻ സാധിക്കത്തില്ല. അത്ര കോംപ്ലിക്കേറ്റഡുകളായ പദങ്ങളിലൂടെ അർത്ഥങ്ങളിലൂടെയാണ് നാരായണീയം പോയിരിക്കുന്നത്. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? അപ്പൊ ആ നാരായണീയത്തെ കുറിച്ച് വ്യക്തമായ ധാരണയോടെ ഒരു ആലങ്കാരികമായിട്ടോ ഒരു പാഷൻ എന്ന നിലയിലോ നാരായണീയം വായിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ദോഷം പറയുകയല്ല, എന്നോട് ക്ഷമിക്കണം, അപരാധമാണെങ്കിൽ പൊറുക്കണം. നാരായണീയം പലരും വായിക്കുന്നത് സ്വന്തം വ്യസനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം വിഷമങ്ങൾ മാറും എന്ന വിശ്വാസം കൊണ്ട് മാത്രമാണ്, ഭക്തി കൊണ്ടല്ല. ഭക്തി കൊണ്ടല്ല. നാരായണീയം അതിൻ്റെതായ അർത്ഥത്തോടെ നമ്മൾ വായിക്കണം, ഭഗവാനെ അറിയണം, സേവനോന്മുഖമായി വായിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ഭാഗവതം പഠിച്ചിരിക്കണം. 12 സ്കന്ധവും കൃത്യമായി പഠിച്ചിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ നാരായണീയം കൃത്യമായി വായിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ശരിയോ തെറ്റോ? ശരിയാണ് പ്രഭു. നാരായണീയം വായിക്കുമ്പോ അതിന്റെ കഥകൾ നമ്മൾ ഇപ്പൊ ഇതിൽ വന്നതൊക്കെയാണ് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലായതും സത്യങ്ങൾ മനസ്സിലായതും. ഭാഗവതം നന്നായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ നാരായണീയം വായിച്ചാലും നമുക്ക് മനസ്സിലാവൂ പ്രഭു. അതെ. അതാണ് അതിന്റെ ഡിഫറൻസ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഇതുണ്ടോ? ഹരേ കൃഷ്ണ. പ്രഭുജി, ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനല്ല പ്രഭു. ഇപ്പോഴത്തെ ട്രെൻഡ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നാരായണത്തിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് അവരുടേതായ ഒരു ഇത് കിട്ടും, ഒരു എന്താ പറയുക, കോൺട്രിബ്യൂഷൻ കിട്ടാൻ വേണ്ടിയാണ് നാരായണ. ഹരേ കൃഷ്ണ. എല്ലാം അങ്ങനെ ആയിപ്പോയി കലിയുഗത്തില്. അതുകൊണ്ടല്ലേ പ്രഭു ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജനോട് പറഞ്ഞത് എന്താണ്? കലേദോഷ നിധേരാജൻ, കലേർദോഷ നിധേരാജൻ ഏകോ അസ്തി മഹാൻ ഗുണഃ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഘ പരംപ്രസി. കലിയുഗം എല്ലാ ദോഷങ്ങളും എല്ലാ മായകളും കാണാൻ പറ്റും പ്രഭു, എല്ലാ കളികളും കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത്. ഭഗവാനെ വിറ്റ് കാശാക്കുന്ന ഒരു ലോകമാണ് ഇവിടെ ഉള്ളത്. ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ തൊഴുതിട്ട് ആ ഭഗവാന്റെ വിഗ്രഹം എടുത്തുകൊണ്ടുപോയി വിറ്റ് കാശാക്കുന്ന ലോകമാണ് നമുക്കുള്ളത്. അല്ലേ? ശരിയല്ലേ? ആണോ? അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് കീർത്തനാത് ഏവ കൃഷ്ണസി, രാമായണ മാസത്തിൽ നമ്മൾ പ്രത്യേകം അറിയേണ്ടത് രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം. ആ സാക്ഷാൽ മുകുന്ദന്റെ പാദങ്ങളിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് നമുക്കൊരു രക്ഷയുണ്ടാവുകയുള്ളൂ. ഹരിർ നാമ ഹരിർ നാമ ഹരിർ നാമ ഇവ കേവലം കലവു നാസ്തൈവ 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 ഗതിരന്യത. ഇത് ആദ്യമൊക്കെ നമുക്ക് കേൾക്കും വെറുതെ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നതാണെന്ന് വിചാരിക്കും. പക്ഷേ നമ്മള് ഗുരുശിഷ്യ ബന്ധത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കുമ്പോൾ, സത്സംഗങ്ങളിലൂടെ തന്നെ പഠിക്കണം. ഒറ്റയ്ക്കിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല.
പഠിക്കുന്നത് സജ്ജനങ്ങളുമായിട്ട് ഒരുമിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ കമ്പാനി സ്റ്റഡിയോ ഗ്രൂപ്പ് സ്റ്റഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ പോകുമായിരുന്നല്ലോ, അല്ലേ? ശരിയല്ലേ? ആണോ അല്ലേ? അതെ പ്രഭു, കമ്പാനി സ്റ്റഡി. അപ്പം ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോഴാണ് മറ്റു കാര്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധ പോകാതെ ഭഗവാനിൽ നമുക്ക് മനസ്സ് ചെലുത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ഞായറാഴ്ചകളിലെ ഫിസിക്കൽ സത്സംഗങ്ങളിലൊക്കെ മാക്സിമം പോകാൻ നോക്കണം. നമുക്കറിയാം ആഴ്ച ഒരിക്കലും ഒരു അവധിയുള്ളൂ. ആ സമയത്താണ് ഈ സത്സംഗം വെച്ചേക്കുന്നത്. വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടത്തില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കാണും, മറ്റു കാര്യങ്ങൾ കാണും, ഒക്കെ കാണും. ഒക്കെ ശരിയാ, അതിനൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇതും നിഷേധിക്കരുത്. ഒന്നും ജീവിതത്തിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് മാത്രം എന്തിനാ നമ്മൾ ബാക്കിയായിട്ട് മാറ്റിവെക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് നമ്മുടെ അവജീവം. ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലെ മറ്റു ആഗ്രഹങ്ങളൊന്നും നമ്മൾ മാറ്റിവെക്കത്തില്ല. ആകെ മാറ്റിവെക്കുന്ന ഒരു സംഭവം നാമജപം, സത്സംഗം. കാര്യം സമയമില്ല. എന്നാ ബാക്കിയുള്ളതിനെല്ലാം പോകും, തീർച്ചയായിട്ടും പോകും. സുഖമില്ലെങ്കിൽ പോലും നമ്മൾ ഒരു പാലുകാച്ചിന് വിളിച്ചാൽ പോകും. അശു അതെങ്ങനെ ഒഴിവാക്കാനാ? നമ്മുടെ വീടിന്റെ പാൽ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ കല്യാണത്തിന് വന്നതല്ലേ, നമുക്ക് വല്ലതും കൊണ്ടു തന്നതല്ലേ, തിരിച്ചു നമുക്ക് കൊണ്ട് കൊടുക്കണ്ടേ, മോശമല്ലേ പോകാതിരുന്നു കഴിഞ്ഞാൽ എന്ന് നമ്മൾ ചിന്തിക്കും. എന്താ അവിടെ പറയുന്നത്? നമുക്ക് കൊണ്ടു തന്നതല്ലേ എന്ന്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടേ, ആത്യന്തികമായ നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടുതരുന്ന ഭഗവാനെ കാണാനും ഭഗവാനെ വിളിക്കാനുമായിട്ട് നമ്മളും തിരിച്ചങ്ങോട്ട് ചെല്ലണ്ടേ എന്ന് അത് നമ്മൾ ചിന്തിക്കത്തില്ല. അത് നമ്മൾ മാറ്റിവെക്കും. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ അപജയവും, നമ്മുടെ മാത്രം ജീവിതത്തിൽ. ബാക്കിയുള്ളവരെല്ലാം ഒരു കൃത്യമായിട്ടാണ് ചെയ്തത്. എന്ത് വിശ്വാസമായിക്കൊള്ളട്ടെ, ഒരു കൃത്യമായിട്ടാണ് ചെയ്തത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഭഗവാനെ പഴിചാരും. ഭഗവാൻ നമ്മളെ നോക്കുന്നതേ ഇല്ല. അപ്പോഴാണ് ആദ്യം പറഞ്ഞേ, നീ നടക്കുന്നത് എൻ്റെ തോളിലാണ്, നീ സഞ്ചരിക്കുന്നത് എൻ്റെ തോളിലാണ്, നിന്റെ കാൽപാദങ്ങളല്ല ഈ ഭൂമിയിൽ കാണുന്നത്, അത് എൻ്റെ കാൽപാദങ്ങളാണ്. നമ്മൾ അതും റിയലൈസ് ചെയ്യത്തില്ല. അപ്പോഴും നമ്മൾ ഭഗവാനെ കുറ്റപ്പെടുത്തും. ഇപ്പം പരശുരാമൻ സ്തുതിക്കുന്നുണ്ട്, നമസ്തേ ദശരഥേ, നമസ്തേ സദാപതേ, നമസ്തേ ദേവപദേ, നമസ്തേ ദേവപദേ, നമസ്തേ മഹപദേ, നമസ്തേ ധരാപദേ. ശ്രീമദ് മഹാഭാഗവതത്തില് ഇതേ അർത്ഥത്തിൽ ശ്ലോകം വരുന്നുണ്ട്. ആ ശ്ലോകത്തിലൂടെ നമുക്ക് നിർത്താം. ഏതാ ശ്ലോകം വരുന്നത്? ശ്രീയാപതിർ യജ്ഞപതിർ, ദ്വിതീയ സ്കന്ധം 4-ാമത്തെ അധ്യായം 20-ാമത്തെ ശ്ലോകം. ശ്രീയാപതിർ യജ്ഞപതി പ്രജാപതിർ ധീയാംപതിർ ലോകപതിർ ധരാപതി പതിർഗതി ചാന്തക വിഷ്ണു സ്വാത്തതാം പ്രസീതതാം മീ ഭഗവൻ സദാം പതി. ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ആരെങ്കിലും എടുത്തോ? ശ്രീയാപതിർ യജ്ഞപതിർ എഴുതി വെക്കണേ. 2-ാമത്തെ സ്കന്ധം 4-ാമത്തെ അധ്യായം 20-ാമത്തെ ശ്ലോകം 2-4-20. ശ്രീയാപതിർ യജ്ഞപതിർ പ്രജാപതിർ. ലക്ഷ്മി ദേവിയുടെ പതിയാണ്, നാഥനാണ്, യജ്ഞങ്ങളുടെ നാഥനാണ്. പ്രജാപതിർ പ്രജകളുടെ നാഥനാണ്. ധീയാംപതിർ ബുദ്ധിയുടെ നാഥനാണ്. ഭൂമി ദേവിയുടെ നാഥനാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഭഗവാൻ സദാം പതിഹി വന്ന് രാമായണത്തിന് വളരെ മനോഹരമായിട്ട് 3 ലക്ഷ്മണോപദേശങ്ങളാണ്. ആദ്യത്തെ ലക്ഷ്മണോപദേശം എന്ന് പറഞ്ഞാൽ, ലക്ഷ്മണ, ഒരുവന്റെ ജീവിതത്തിൽ ദേഷ്യം പാടില്ല. ഒരുവന്റെ ജീവിതത്തിൽ ദേഷ്യം പാടില്ല ലക്ഷ്മണ. ചുരുക്കി പറയുക, ആദ്യത്തെ ഉപദേശമാണ്. അർജുനന് നമുക്ക് വേണ്ടിയിട്ട് അർജുനനോട് ഉപദേശിച്ചതുപോലെ നമ്മളോട് ലക്ഷ്മണനിലൂടെ ഉപദേശിക്കുകയാണ്. ലക്ഷ്മണ, ജീവിതത്തിൽ ദേഷ്യം പാടില്ല. രക്ഷപ്പെടാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദേഷ്യം ദേഷ്യം മൂലം എല്ലാ നാശങ്ങളുമായിരിക്കും ഉണ്ടാകുന്നത്. ക്രോധാത് ഭവതി സമ്മോഹാത് ഭവതി സ്മൃതിഭ്രംശോ ബുദ്ധിനാശോ പ്രണശ്യതി. ലക്ഷ്മണ, അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ ദേഷ്യം പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് രാമായണത്തിന്റെ ഒരു ഭാഗം ഇവിടെ പര്യവസാനിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മൾ ജീവിതത്തിൽ അനാവശ്യമായി ദേഷ്യപ്പെടാതിരിക്കുക, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ
സാഷ്ടാംഗം പ്രണമിച്ച് ശരണാഗതി നേടിക്കൊണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ സ്വന്തം കാൽപ്പാടുകളല്ല ഭൂമിയിൽ കാണുന്നത് ഭഗവാന്റെ പാദചിഹ്നങ്ങളാണെന്ന് നമ്മൾ ഓർമ്മ വേണം. കാര്യം നമ്മൾ ഭഗവാന്റെ തോളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പതനമായിരിക്കും ഫലം. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഒരു 4 മിനിറ്റ് നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ, ഒബ്ജക്ഷൻ യുവർ ഓണർ എന്നുണ്ടെങ്കിൽ അതും പറയാം. ഹരേ കൃഷ്ണ. അധികത്ത പ്രഭു 4 മിനിറ്റ് തരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. എന്തൊക്കെയാണ് പ്രഭുജി, ഇവിടെ വന്നിരിക്കുന്നവരില് എല്ലാ ഭക്തരോടും പ്രണമിച്ചുകൊണ്ട് തന്നെ അത് പറയട്ടെ. നമ്മള് ഒരൊറ്റ കുട്ടി പോലും ഇത് ശ്രമിക്കുന്നുണ്ടാവത്തില്ല. അതായത് ബാല്യകാലത്തിൽ കൊടുക്കുന്ന ശിക്ഷണം അവസാനം വരെ കൊണ്ടുപോകുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോ കുട്ടികളിൽ കൂടെ ഈ ശിക്ഷണം എത്തിക്കാനായിട്ട് എല്ലാ അമ്മമാരും ഈ ശ്രവിക്കുന്ന സമയത്ത് അവരെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് എൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ കുട്ടികളുടെ ക്ലാസ് ഉണ്ടെങ്കിൽ, കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ക്ലാസ് ഉണ്ടെങ്കിൽ കുട്ടികളുടെ ക്ലാസ്സിൽ പ്രത്യേകം പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം രാവിലെ അവിടുത്തെ 8 മണിക്ക് അവിടുത്തെ ഗാനഭോഗത്തിന് വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഇവിടെ കുട്ടികൾ ഉണ്ടെന്നുള്ളത് ആരാ? പ്രഭു ക്ഷമാപണം പറഞ്ഞു. ഹരിബോൾ. ക്ഷമാപണം പറയുന്ന ആ കുട്ടിക്ക് വേണ്ടി ഹരിബോൾ. അങ്ങനെയല്ല. ഹരേ കൃഷ്ണ. അങ്ങനെയല്ല. നന്നായി. ഹരേ കൃഷ്ണ പ്രഭു. എനിക്കൊരു സംശയമുണ്ട് പ്രഭു. ചോദിക്കട്ടോ? ചോദിച്ചോളൂ. പ്രഭു, അതായത്